ഇത് ഞങ്ങളുടെ കൃഷിസ്ഥലമാണ് കേട്ടോ. ഇതിനകത്ത് ഞങ്ങൾ കവുങ്ങ്, റംബുട്ടാൻ, പ്ലാവ്, പിന്നെ കുറച്ച് ഈ ബ്ലോക്ക് പ്ലാവാട്ടോ വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ എല്ലാം ഇന്ന് കുറച്ച് കവുങ്ങുണ്ട്, അതിൻ്റെ പാക്ക് പറിക്കാൻ വന്നതാണ്. അപ്പോൾ ഞാൻ പ്രീത ചേച്ചി, പ്രീതാസ് വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇങ്ങനെയൊരു തോട്ടി കണ്ടുപിടിച്ചില്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെന്ന് ഞങ്ങൾ വിചാരിച്ചു. പണ്ട് ഞങ്ങൾ ഒരാളെ വിളിച്ചാണ് ഈ പാക്കൊക്കെ പറിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ അതേ നല്ല സൂപ്പറായിട്ട് ഈ തോട്ടിയിൽ ഇങ്ങനെ വരും. എന്നിട്ട് അതിൻ്റെ പാക്കായിട്ടുള്ള ഞങ്ങൾ പൊളിക്കാതെ തന്നെ കൊടുക്കും. ബാക്കിയുള്ളത് നമ്മൾ ഇങ്ങനെ തിരിഞ്ഞ് വെച്ചിട്ട് അത് എന്നിട്ട് ചേട്ടൻ കണ്ടുപിടിച്ച കേട്ടോ. കൊട്ടടയ്ക്ക ആയി കഴിയുമ്പോൾ കൊട്ടടയ്ക്ക ഇങ്ങനെ പൊളിക്കാം. സ്ക്രൂ ഡ്രൈവറുണ്ട്. നിങ്ങൾ എങ്ങനെയാണ് കൊട്ടടയ്ക്ക പൊളിക്കുന്നത് ഞങ്ങൾക്കറിയത്തില്ല. ഞങ്ങൾ പണ്ട് ഒത്തിരി പാട് കഴിച്ച് കത്തിക്ക് കുത്തിയൊക്കെ ആയിരുന്നു. അപ്പോൾ ഇങ്ങനെ തുടങ്ങിയപ്പോൾ നല്ല ഈസി ആയിട്ട് നമുക്ക് കൊട്ടടയ്ക്ക പൊളിക്കാൻ പറ്റും കേട്ടോ. ചേട്ടൻ എങ്ങനെയോ ഇങ്ങനെ അതോ എവിടുന്നോ യൂട്യൂബിൽ നിന്ന് കണ്ടതാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എന്തായാലും ഇപ്പോൾ കുറേ കാലമായിട്ട് ഞങ്ങൾ ഇങ്ങനെ കുത്തി പൊളിക്കും. അപ്പോൾ ഞങ്ങളുടെ കൃഷി സ്ഥലത്ത് ഇങ്ങനെ കുറേ സാധനമുണ്ട്. റംബുട്ടാനുണ്ട്, പിന്നെ കുറച്ച് ജാതിക്കയുണ്ട്. ജാതിക്കയുടെ കുറേ ടെക്നിക്കുകളും ഉണ്ട്. അതെങ്ങനെയാണ് ഫ്ലവറാക്കി വെക്കുന്നതെന്നൊക്കെ ഉള്ളത് ഞാൻ അടുത്ത വീഡിയോ. പിന്നെ ഞങ്ങൾക്ക് കുറച്ച് പ്ലാവുണ്ട് കേട്ടോ. ഈ പ്ലാവിൻ്റെ ചക്ക ഫുള്ള് ഞങ്ങൾ ചിപ്സായിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അതും എങ്ങനെ നന്നായിട്ട് വറുക്കാമെന്നുള്ളതും നിങ്ങളെ ഞങ്ങൾ കാണിച്ചു തരാം കേട്ടോ. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.